ഒരിക്കൽ ഒരു വഴിയാത്ര കഴിഞ്ഞു വരികയായിരുന്ന പെരുന്തച്ചൻ വഴിയിൽ ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നത് കണ്ടു. അനവധി ആശാരിമാർ അവിടെയിരുന്ന് പണിയെടുക്കുന്നു. അമ്പലം പണി ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി പെരുന്തച്ചൻ അങ്ങോട്ട് ചെന്നു. പണിസ്ഥലത്ത് വന്ന അദ്ദേഹത്തെ ഒരാളും കണ്ട ഭാവം പോലും നടിച്ചില്ല. പെരുന്തച്ചന് വലിയ ദുഃഖം തോന്നി. നാട്ടാചാരമായിട്ടെങ്കിലും അവർക്ക് തന്നോട് എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. ഇവരെ കൊണ്ട് പറയിപ്പിക്കണം, പെരുന്തച്ചൻ മനസ്സിൽ നിശ്ചയിച്ചു. ഉച്ചയൂണിൻ്റെ സമയമായി. ഊണ് കഴിക്കാൻ പുറപ്പെട്ട ആശാരിമാർ പെരുന്തച്ചനെ ഒരു സാമാന്യ മര്യാദയ്ക്കാണെങ്കിലും ക്ഷണിക്കുകയുണ്ടായില്ല. എല്ലാവരും പോയി കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയ പെരുന്തച്ചൻ സാവധാനം എഴുന്നേറ്റ് പ്രധാന കഴുക്കോലുകൾ മുറിച്ചിട്ട സ്ഥലത്തു ചെന്ന് എല്ലാറ്റിലും തൻ്റെ ഉളി കൊണ്ട് ഓരോ വരയിട്ട് വീട്ടിലേക്ക് തിരിച്ചു. ഉച്ചയൂണും വിശ്രമവും കഴിഞ്ഞ് ആശാരിമാർ പണിസ്ഥലത്തെത്തി. പെരുന്തച്ചൻ വരച്ച വര അവിടത്തെ കണക്കാശാരി വരച്ചതാണെന്ന് വിചാരിച്ച് അവിടെ വെച്ച് മുറിച്ച് കഴുക്കോലെല്ലാം പണി തീർത്തു. 3-4 ദിവസം കഴിഞ്ഞു. ആശാരിപ്പണി കഴിഞ്ഞു. കൂടുകയറ്റി, മോന്തായം കയറ്റി, കഴുക്കോലുകൾ പിടിപ്പിച്ചു. പക്ഷേ എങ്ങനെയായിട്ടും മോന്തായം ശരിയാവുന്നില്ല. പഠിച്ച പണി 18ഉം പാറ്റി നോക്കി, രക്ഷയില്ല. തച്ചുശാസ്ത്രത്തിൽ കെങ്കേമന്മാരെന്ന് അഹങ്കരിച്ച ആശാരിമാരെല്ലാം ഇരുന്നും നിന്നും വിയർത്തു. കൂടം പിടിക്കാതിരിക്കാനുള്ള കാരണമെന്തെന്നറിയാതെ എല്ലാവരും വ്യസനിച്ചു. ഒടുക്കം കഴുക്കോലുകൾ മാറ്റണമെന്ന് തീർച്ചപ്പെടുത്തിയ അവർ ശ്രീകോവിലിൻ്റെ കൂടുകയറ്റിയ വിധത്തിൽ തന്നെ കൂടം പിടിക്കാനുള്ള നിലയിൽ വെച്ചുകൊണ്ട് പുതിയ കഴുക്കോലുകൾ ഉണ്ടാക്കുന്ന പണികളിൽ ഏർപ്പെട്ടു. വിവരം അറിയാനിടയായ പെരുന്തച്ചൻ ആരുമറിയാതെ കുറേ കടുന്തുടികൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പുറപ്പെട്ടു. യാത്ര പുറപ്പെടാനൊരുങ്ങിയ പെരുന്തച്ചനോട് പുത്രനായ രാരിച്ചൻ ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര? തൻ്റെ ചോദ്യത്തിനുത്തരമായി ഒന്നും ഉരിയാടാതെ യാത്രയാരംഭിച്ച പെരുന്തച്ചന് പുറകെ പുത്രനും യാത്രയായി. ഉച്ചയായപ്പോൾ ഇരുവരും ക്ഷേത്രം പണി നടക്കുന്ന സ്ഥലം വന്നെത്തി. ആ സമയം ആശാരിമാരെല്ലാം ഉച്ചയൂണിന് പോയിരിക്കുകയായിരുന്നു. തൻ്റെ പുത്രനല്ലാതെ മറ്റാരും തന്നെ ആ പരിസരത്തില്ലെന്ന് ബോധ്യമായ പെരുന്തച്ചൻ ശ്രീകോവിലിന് മുകളിൽ കയറി താൻ കയ്യിൽ കരുതിയ കടുംതുടികളെല്ലാം വെച്ചിണക്കി ഒരടി കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ കൂടം പിടിക്കുകയും ചെയ്തു. തൻ്റെ ചെയ്തികൾ നോക്കി നിന്ന രാരിച്ചനോടായി പെരുന്തച്ചൻ ചോദിച്ചു, കണ്ടോടാ മകനെ കൂടം പിടിച്ചത്? ഓ, കാണുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു. രാരിച്ചൻ്റെ മറുപടി കേട്ട പെരുന്തച്ചൻ തൻ്റെ പുത്രൻ അസാമാന്യനാണെന്ന് ബോധ്യമായി. കൂടം പിടിച്ച ശബ്ദം കേട്ട് ഊണ് കഴിക്കാൻ പോയ ആശാരിമാർ പെട്ടെന്നോടി വന്നു. കൂടം പിടിച്ചിരിക്കുന്നതായി കണ്ട അവർക്ക് ഇതെല്ലാം പെരുന്തച്ചൻ്റെ കൗശലങ്ങളാണെന്ന് മനസ്സിലായി. ആശാരിമാരെല്ലാം പെരുന്തച്ചനെയും മകനെയും വന്ദിച്ച് ബഹുമാനിച്ചു. ഒപ്പം തങ്ങളുടെ അറിവില്ലായ്മ പൊറുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അക്കാലം മുതൽ ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റ് ആശാരിമാർ വന്നാൽ അവർക്ക് കൂടി ഭക്ഷണം കൊടുക്കാതെ അവർ ഉണ്ണുകയില്ലെന്ന ഒരാചാരം നിലവിൽ വന്നു. ഓം തത്സത്.